സ്തോത്രമിദം പൂർണ്ണപ്രകാശനുത ഹരിഹര വിരിഞ്ചാതി പ്രാർത്ഥിതേ. യശോപുര അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന്. ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് ഇന്നിവിടെ മേശാന്തിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് അയ്യപ്പസ്വാമിയുടെ ഒരു നിയോഗമാണെന്ന് ഞാൻ കരുതുന്നു. 2016 ബഹുമാനപ്പെട്ട നമ്മുടെ തിരുമേനി ജലഹല്ലി അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ചാർട്ടെടുക്കുന്നത്. അന്ന് ഞാൻ ക്ഷേത്രത്തിൻ്റെ ട്രഷറർ ഖജാൻജിയായിരുന്നു. 2016 മുതൽ 2022 വരെ അദ്ദേഹം ജലഹല്ലി അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി പ്രവർത്തിച്ചു. അതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് ശബരിമല ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സെലക്ഷൻ കിട്ടുന്നത്. ജലഹല്ലി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും പോയ രണ്ടാമത്തെ വ്യക്തിയാണ് മേൽശാന്തിയായി പോയതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പരമശ്രീ വാസുദേവൻ. അതിനുശേഷം ശബരിമലയിൽ നിന്ന് വന്ന ശേഷം ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ശബരിമലയിൽ നിന്ന് പോയിട്ട് വന്നാലും ഞാൻ വീണ്ടും ഈ ക്ഷേത്രത്തിൽ തന്നെ മേൽശാന്തിയായിട്ട് തുടരുമെന്ന്. അങ്ങനെ വന്ന ഏതാണ്ട് 1 വർഷത്തോളം പിന്നെയും അദ്ദേഹം നമ്മുടെ ജലഹല്ലി അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായി. 2022 വരെ അദ്ദേഹം ക്ഷേത്രത്തിലെ മേൽശാന്തിയായി. ഒരു ക്ഷേത്രത്തിൻ്റെ ദൈവത്തിൻ്റെ ദേവചൈതന്യം വളരുന്നത് വർദ്ധിക്കുന്നത് അവിടുത്തെ മേൽശാന്തിയുടെ അഥവാ അവിടുത്തെ പണ്ഡിതന്മാരുടെ ഒരു കൊണ്ടാണ്, അവരുടെ ഉപാസന കൊണ്ടാണ് ക്ഷേത്രത്തിലെ ആ ചൈതന്യം വർദ്ധിക്കുന്നത്. അതുപോലെ ശബരിമല ക്ഷേത്രത്തിൽ മേൽശാന്തിയായി, ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ മേൽശാന്തിയായി പൂജ നടത്തിയ ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് നമ്മുടെ യശോപുര അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ദിനം പ്രതി ഒറ്റയ്ക്കും ഭഗവാന്റെ ചൈതന്യം കൂടുന്തോറും നമുക്ക്
അദ്ദേഹം അനുഗ്രഹാസ്യങ്ങൾ തരികയും എല്ലാവരും കൂടിയും നമ്മൾ എന്തെങ്കിലും വരം കേൾക്കും വരം അള്ളിക്കൊടുക്കും എന്ന് കേട്ടിട്ടുണ്ടോ, അതുപോലൊരു ഭഗവാനായി ഈ ശംഭുര ക്ഷേത്രത്തിലെ അയ്യപ്പ ക്ഷേത്രം വളർത്തുമെന്ന് സംശയമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എനിക്ക് സർക്കാർ പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വാമി ശരണം. എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഒരു യോഗം കൂടിയാണ്. ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ ഞാൻ സേവനം ഉണ്ടായി, അയ്യപ്പനെ ഭജിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ ശബരിമലയിൽ അയ്യപ്പനെ സേവിക്കാൻ ഒരു ഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു യശ്വന്തപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ. അപ്പോൾ ആ ക്ഷേത്രത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നിയോഗം കൂടി എനിക്ക് ഭഗവാൻ തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്ഷേത്രം എങ്ങനെ ആവണം എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുക എന്നുള്ളത്, വർദ്ധിക്കണമെങ്കിൽ അവിടുത്തെ പ്രധാനമായിട്ട് അവിടുത്തെ പൂജാതി കർമ്മങ്ങളുടെ പ്രാധാന്യം തന്നെയാണ്. അപ്പം ഞാനിവിടെ എന്താ വെച്ചാൽ എൻ്റെ മനസ്സിലുള്ളൊരു സങ്കല്പം എന്ന് പറയുന്നത് ഷഡത്വമായിട്ടുള്ളൊരു പൂജയാണ് ഞാനിവിടെ നിത്യ ഇതിൽ കൊണ്ടുവരുന്നത്. എന്താ ഈ ഷഡത്വ പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യേണ്ട ഒരു ഇതാണ് ഷഡത്വമായിട്ടുള്ള പൂജ. ഷഡത്വമാണ് പൂജയുടെ ഏറ്റവും ഷഡത്വം മനസ്സിലായി കഴിഞ്ഞാൽ സകലതും എല്ലാവർക്കും മനസ്സിലാവും. എന്താ ഈ ഷഡത്വം എന്ന് പറഞ്ഞാൽ, 6 പൂജ എന്താ വെച്ചാൽ ഉത്തമമായിട്ടുള്ള പൂജ ആവാം, മധ്യമത്തിലാവാം, അധമത്തിലാവാം. അധമം എന്ന് പറഞ്ഞാൽ ചീത്ത എന്നുള്ളതല്ല, ഒരു സ്റ്റേജ് ഇതിലാണ്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പൂജകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഡംഗന്യാസമാണ്. 6 ന്യാസത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 6 ഭാഗങ്ങൾ. ഒന്ന് ഹൃദയം, ഒന്ന് ശിരസ്, ഒന്ന് ശിഖ, പിന്നെ കവചം, നേത്രം, അസ്ത്രം. ഇങ്ങനെ ഈ 6 ഇതാണ് പ്രധാനമായിട്ട് സങ്കല്പത്തിൽ വരുന്നത്. പക്ഷെ അതേസമയം ആ പൂജ കുറച്ചും കൂടി വിപുലമാക്കുന്നതാണ് സപരിവാര പൂജ എന്ന് പറയുന്നത്. അപ്പോൾ സപരിവാര പൂജയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപി തത്വങ്ങളാണ്, പഞ്ചതത്വങ്ങൾ, ഇങ്ങനെ കുറച്ചും കൂടി വിശദമായിട്ടുള്ള പൂജയാണ്. പക്ഷെ അതേസമയം ഷഡത്വം എന്നുള്ള ക്രിയ അതീവ ഷഡത്വമില്ലാണ്ട്, ശരിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ ഷഡത്വമില്ലാണ്ട് അങ്ങനത്തെ ഒരു പൂജ ഉള്ളൂ സത്യത്തിൽ. കാരണം ഈ പ്രപഞ്ചത്തിലെ സകല ഊർജങ്ങളെയും ഉൾക്കൊള്ളുന്ന ഷഡത്വത്തിൽ ലിപി തത്വം, കലാതത്വം, വർണ്ണം, മന്ത്രം, പദം, ഇങ്ങനെ 6 എണ്ണം. ഈ 6 എണ്ണത്തിൽ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയുടെ ശക്തി മുഴുവനെ അതിലേക്ക് ആവാഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ കലയുടെ തത്വത്തിന് എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലെ ഊർജങ്ങളെ കലകളും തത്വങ്ങളുമായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്ന ഒരു ഊർജത്തെ അതിനെ പല കലകളും തത്വങ്ങളായിട്ട് ആണ് ശാസ്ത്രത്തിൽ അതിനെ പറയുന്നത്. ഈ കലകൾ, ഈ ഷഡത്വത്തിൻ്റെ കലകളും തത്വങ്ങളാണ് സകല യോഗ്യന്മാരും ഉപയോഗിക്കുന്നത്. അവർ യോഗതുല്യരായിത്തീരുന്ന ഈ ഷഡത്വത്തിൻ്റെ കലാതത്വങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഈ കലാതത്വങ്ങൾ തന്നെയാണ് ഈ കലാതത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവത്ഗീത എന്താ മനസ്സിലാവും, നിങ്ങൾക്ക് ഭാഗവതം എന്താണെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് ഉപനിഷത്തുകൾ പിന്നെ വേറെ ആരും പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാക്കാത്തോടത്തോളം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള സംഭവങ്ങൾ ഇങ്ങനെ. അപ്പം ഈ കലാതത്വങ്ങളും അല്ലെങ്കിൽ ഈ ഷഡത്വം ശരിക്കും പൂജയ്ക്ക് മാത്രമല്ല, നമുക്ക് ഉപാസിക്കാനുള്ളതും കൂടിയാണ്. അപ്പം ഇവിടെ ഈ
ഇത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈശ്വരൻ എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എനർജി എന്താ വെച്ചാൽ ഈ പ്രപഞ്ചത്തിനെ കുറിച്ചിട്ടും നമ്മുടെ ഈ ഇതിനെ കുറിച്ചിട്ടും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിൽ മനസ്സിലാവാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഷഡത്വ പൂജ എന്നുള്ളതാണ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം. അപ്പോൾ അത് ദേവൻ്റെ നിത്യവും ആ ഊർജം അല്ലെങ്കിൽ ആ ഊർജം പകർന്നു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ശക്തി, ഈ പ്രപഞ്ച ശക്തി അതിശക്തമായിട്ട് തന്നെ ജ്വലിച്ചുണരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോട് വിട്ടിട്ട് സ്വാമി